ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് വൈജയന്തിയും കമലയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അലീന ലീവ് എടുത്ത് പോയ കാര്യമാണ് പറയുന്നത്. ഇന്നലെ രാത്രി വരാമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ വരുമെന്നാണ് വിളിച്ചു പറഞ്ഞേ. അതുകൊണ്ട് വൈജയന്തി രാവിലെ തന്നെ 9 മണിയായപ്പോൾ തന്നെ പിള്ളേരെ സ്കൂളിലേക്കും ബാലേന്ദ്രനെ 9 മണിയായപ്പോൾ പറഞ്ഞു വിട്ടിട്ട് വീടടച്ച് അമ്മയായിട്ട് ഇങ്ങോട്ട് പോകുന്നു എന്ന് പറയുവാണ്. അവൾ അവിടെ വിഷമിച്ചിരിക്കട്ടെ വൈകുന്നേരം വരെ എന്നൊക്കെ പറയുവാണ് കേട്ടോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് എങ്ങനെയാണെങ്കിൽ നാളെ പോയാൽ പോരെയും ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് അല്ല പിള്ളേർ വൈകുന്നേരം വരും, അതിനു മുമ്പ് എത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട് വൈജയന്തിയോട് രോഹിത്തിന് എങ്ങനെയാ അലീനയോട് ഭയങ്കര അടുപ്പമാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട് ഇല്ല രോഹിത്തിന് ഭയങ്കര ദേഷ്യമാണെന്ന് പറയും. അപ്പോൾ നമ്മുടെ കമല പറയുന്നുണ്ട് ഹരി ഇവിടെ വന്ന് പറയാറുണ്ട് അവർ തമ്മിൽ ഭയങ്കര കാര്യമാണ് സംസാരമാണെന്നൊക്കെ. അപ്പോൾ വൈജ പറഞ്ഞില്ല അവർ തമ്മിൽ എപ്പോഴും ദേഷ്യമാണ്, രോഹിത്തിന് അവളെ തീരെ ഇഷ്ടമല്ലെന്ന് പറയുവാണ്. അപ്പോൾ കമല പറയുന്നുണ്ട് പിള്ളേരുടെ മനസ്സല്ലേ എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വൈജ പറയുന്നുണ്ട് കേട്ടോ. അതുപോലെ ഹരി അവിടെ വന്നാലും നമ്മുടെ അലീനയുടെ പിന്നാലെ ഇങ്ങനെ നടക്കും. ഗോൾഡിൻ്റെ റിങ്ങാന്ന് പറഞ്ഞൊരു പൊട്ടരങ്ങൊക്കെ കൊടുത്ത് പറ്റിച്ചു എന്നൊക്കെ പറയുക കേട്ടോ. അലീന ആരാ മോള്, അലീനയ്ക്ക് വേറൊരാളെ ഇഷ്ടമെന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ കമല ഇങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുവാണ്. അലീനയ്ക്ക് മനുവിനെയാണ് കാര്യമെന്ന് പറയുകയാണ്. അപ്പോൾ കമലയ്ക്ക് അതൊരു ഷോക്കാവും കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് വൈജയന്തി ഇപ്പോൾ മനു ബാംഗ്ലൂരിൽ നിന്ന് വന്നാൽ നേരെ വന്ന് അലീനയെ കണ്ടിട്ടല്ലേ ഇങ്ങോട്ടൊക്കെ വരുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ കമല ഉടനെ പറയുന്നുണ്ട് മനു ബാംഗ്ലൂരിൽ ജോലിയൊക്കെ വിട്ടു, അവനിപ്പോൾ എറണാകുളത്ത് ഇൻഫോ പാർക്കിലാന്ന് പറയുന്നുണ്ട്. അപ്പം ഇങ്ങനെ വൈജയന്തി പറയുന്നുണ്ട് മനു എറണാകുളത്താണെങ്കിൽ അലീന എറണാകുളത്തേക്കാണല്ലോ പോയേക്കുന്നത്, ഇവരിനി ഒരുമിച്ചാണോ പോയേക്കുന്നതെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമല പറയുന്നുണ്ട് ഇല്ല മനു അങ്ങനെയൊന്നും അല്ല എന്നിങ്ങനെ പറയുവാണേ. പിന്നെ കാണിക്കുന്നത് അലീന അവരുടെ വീടിൻ്റെ ഫ്രണ്ടിൽ, അതായത് വൈജയന്തിയുടെ വീടിൻ്റെ വാതിക്കൽ പടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് വിഷമിച്ച്. ഒരുപാട് സമയമായി കാത്തിരിക്കുന്നു, ഇവരെന്താ വരാത്ത, വല്ല ടൂറെങ്ങാനും പോയതായിരിക്കുമോ എന്നിങ്ങനെ അലീന ചിന്തിക്കുവാണ്. പിന്നെ അലീന വന്ന് ഫോൺ എടുത്ത് സമയം നോക്കുന്നുണ്ട്. അലീനയുടെ ഫോണിലാണെങ്കിൽ ബാറ്ററി ചാർജ് ഇല്ല. ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്ലഗ് പോയിൻ്റൊക്കെ നോക്കി നടക്കുന്നുണ്ട് ആൾ. പിന്നെ അലീന ഇങ്ങനെ ഓർക്കുവാണ് വയ്യാത്ത മുത്തശ്ശിയും കൊണ്ട് ഇവർ എവിടെ പോയേക്കുമായിരിക്കും എന്ന് വിചാരിക്കുകയാണ്. പിന്നെ അലീന എന്തോ വിചാരിച്ച് ബാഗൊക്കെ എടുത്ത് നമ്മുടെ വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. അലീന നടക്കുകയാണ്. നടന്നിട്ട് ഒരു ഓട്ടോക്കാരനോട് ചോദിക്കുന്നുണ്ട് നെടുമ്പുരിക്കൽ ജുവലേഴ്സ് എവിടെയാണെന്ന്. അലീന ബാലേന്ദ്രൻ്റെ ജ്വല്ലറി തപ്പി പോവുകയാണ്. അങ്ങനെ ഓട്ടോക്കാരൻ പറഞ്ഞു കൊടുക്കുന്നതനുസരിച്ച് അലീന ജ്വല്ലറിയിൽ എത്തുവാണ്. എന്നിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ സാർ എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അയാൾ വിളിക്കാൻ വേണ്ടി അകത്തേക്ക് കയറുവാണ്. ബാലേന്ദ്രൻ ജ്വല്ലറിയിലേക്ക് വരുവാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് അലീന എന്താ എവിടെയെന്ന്. അപ്പോൾ അലീന പറയുന്നുണ്ട് ഞാൻ രാവിലെ 9:45 വീട്ടിൽ വന്നത്, അവിടെ ആരും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് വൈജ അമ്മേനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയേക്കുക, ഇപ്പോൾ അവിടെ ആൾ വന്ന് കാണുമെന്ന് പറഞ്ഞിട്ട് വൈജയെ വിളിക്കുകയാണ്. അപ്പോൾ വൈജയുടെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട് ഈ വൈജി ഇത് എവിടെ പോയിരിക്കുകയെന്ന് പറഞ്ഞിട്ട് നീ ഊണ് കഴിച്ചു എന്ന് ചോദിക്കുന്നുണ്ട് അലീനയോട്. അലീന ഇല്ലെന്ന് പറയുമ്പോൾ വാ കഴിക്കാമെന്ന് പറയുന്നു. അപ്പോൾ അലീന വേണ്ടെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ബാലേന്ദ്രൻ നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് മറ്റേ നമ്മുടെ മുത്തശ്ശിയും വൈജയും കൂടെ കമലയുടെ വീട്ടിലിരിക്കുന്നതാണ്. അപ്പോൾ കമലയുടെ മോള് വരുവാണ് കോളേജ് കഴിഞ്ഞിട്ട്. മുത്തശ്ശി അവിടെ ഇരിക്കുന്നത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. വൈജയന്തിയോട് വന്നിട്ട് ആ ആൻറ്റി എപ്പോൾ വന്നു എന്ന് ചോദിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. അപ്പോൾ മുത്തശ്ശി വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് അവൾ എന്നെ കണ്ടിട്ട് മിണ്ടാതിരുന്ന, അവൾ എന്നെ മനഃപൂർവ്വം കാണാതിരുന്നാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ വൈജ പറയുന്നുണ്ട് പിള്ളേരൊക്കെ അങ്ങനെയാന്നൊക്കെ പറഞ്ഞ് അവർക്കിതൊന്നും അറിയേണ്ട കാര്യമില്ല, അവൾ ഞാൻ എന്തിനാ വന്നേ എപ്പോഴാണ് പോണേന്നൊന്നും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് അത് വളർത്തുന്നതിൻ്റെ കുഴപ്പമാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജ ചോദിക്കുന്നുണ്ട് നമുക്ക് കമലയെടുത്തി നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ കമലയുടെ കാര്യമല്ല പറഞ്ഞേ, ഞാൻ നിൻ്റെ കാര്യമാണ് പറഞ്ഞതെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ് ആകെ കൃഷ്ണമോള് മാത്രമേ കുറച്ച് മനുഷ്യപ്പറ്റുള്ളതായിട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് ബാലേന്ദ്രനെ പോലെയാണ് അതുകൊണ്ടാണെന്നും കൂടെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ വൈജ ചോദിക്കുന്നുണ്ട് അവരങ്ങനെ ആയിപ്പോവാൻ കാരണം ഞാനാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നെ വളർത്തിയത് അമ്മയല്ലേ, അപ്പോൾ അമ്മയുടെ തെറ്റല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് നീ നല്ല കൊച്ചായിരുന്നു, എല്ലാവർക്കും നിന്നെ ഇഷ്ടമായിരുന്നു, ഞാൻ നിന്നെ ആഗ്രയിൽ അയച്ചത് എന്നാണോ അതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വൈജിക്ക് ഭയങ്കര ടെൻഷൻ ആവുന്നുണ്ട്. വൈജ അമ്മ ഇതെന്തിനാ പറയണമെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. പറഞ്ഞതല്ല നീ പറയിപ്പിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചിങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ കമലയുടെ മോള് ഫോൺ വിളിച്ചുകൊണ്ട് മുത്തശ്ശിയുടെയും വൈജയുടെ ഫ്രണ്ടിൽ കൂടെ നടക്കുകയാണ്. സിനിമയ്ക്ക് പോയാലെന്നൊക്കെ ഫോണിൽ ആരോട് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര ടെൻഷനാണ് കേട്ടോ, ഇത് ആരോട് സംസാരിക്കുന്ന, ആണിനോടാണോ പെണ്ണിനോടാണോ എന്നൊക്കെ ഇങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോൾ വൈജ പറയുന്നുണ്ട് അവരൊക്കെ എന്ത് വേണേൽ ചെയ്യട്ടെ, അമ്മയ്ക്ക് എന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും പറയുന്നുണ്ട് പെൺകുട്ടികൾ നല്ലൊരു പ്രായത്തിൽ ഈ ചേമൊക്കെ കൊത്തി പോവും അങ്ങനെ ഒരു രീതിയിലൊക്കെ പറയുന്നുണ്ട്, സൂക്ഷിച്ചില്ലെങ്കിൽ മോശമാകും എന്നൊക്കെ പറയുവാണ് കേട്ടോ.
മുത്തശ്ശി ഉടനെ തന്നെ കമലയുടെ മോളെ അടുത്തേക്ക് വിളിക്കും കേട്ടോ. എന്നിട്ട് ചോദിക്കും, നീ എന്താ എന്നെ കണ്ടിട്ട് സംസാരിക്കാതെയും തിരക്കാതെയൊക്കെ ഇരുന്നേന്ന് ചോദിക്കുമ്പോൾ ആ കൊച്ചു ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് എന്തിനാന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ബാലേന്ദ്രനും അലീനയും കൂടെ ഊണ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിലേക്ക് പോകുന്നതാണ്. അലീനയോട് ബാഗൊക്കെ എടുത്തിട്ട് വണ്ടിയിലേക്ക് കയറാൻ പറയുവാണ്. അലീന വണ്ടിയിലേക്ക് കയറുമ്പോൾ ബാലേന്ദ്രൻ കാർ എടുക്കുവാണ് ഊണ് കഴിക്കാൻ പുറത്തു പോകാൻ വേണ്ടിയിട്ട്. അലീനയും ബാലചന്ദ്രനും കൂടെ ഊണ് കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ വരികയാണ്. ബാലേന്ദ്രൻ ഫുഡ് ഓർഡർ ചെയ്യാണ്. 2 ഫിഷ് കറി മീൽസൊക്കെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ അലീനയോട് പറയുവാണ്, ഇവിടെ വൈജയില്ല, തൊട്ട് തീണ്ടായികയൊന്നുമില്ല, നീ ധൈര്യമായിട്ടിരുന്ന് കഴിച്ചോ എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് ബാലേന്ദ്രൻ ഇങ്ങനെ പറയുകയാണ്, വൈജ എന്തായിരിക്കും ഫോൺ ഓഫ് ചെയ്ത് വെച്ചേക്കുന്നത്, ചിലപ്പോൾ ബാറ്ററി ചാർജ് ഇല്ലാഞ്ഞിട്ടായിരിക്കുമെന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അതങ്ങനെയല്ല സാർ, ഞാൻ ഇന്നലെ വരേണ്ടതായിരുന്നു, ഇന്ന് രാവിലെ വരുന്നത് മേഡത്തിന് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ മനഃപൂർവ്വം വെയിറ്റ് ചെയ്ത് വൈകുന്നേരം വരെ വിശന്നിരിക്കാൻ വേണ്ടി മേഡം ചെയ്ത പരിപാടിയാണ്. മുത്തശ്ശിയെ കൊണ്ട് ഇന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമൊന്നും ഇല്ലായിരുന്നു എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ അത് മനസ്സിലായി. ബാലേന്ദ്രൻ പറയുകയാണ്, ഇതിൻ്റെ പിന്നിൽ ഇങ്ങനൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു അറിയില്ലായിരുന്നു എന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അലീന പറയുന്നുണ്ട്, മുത്തശ്ശി എണീറ്റ് നടക്കുവാണെങ്കിൽ എന്നെ ഉടനെ തന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടും എന്നാണ് പറഞ്ഞേക്കണേ, അതുകൊണ്ടാണ് മുത്തശ്ശി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെന്നൊക്കെ പറയുവാണ്. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് ഇവിടുന്ന് പോയാൽ വേറെ ജോലി കിട്ടാൻ വല്ല വഴിയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ട്, മാമച്ചൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാമച്ചനെങ്കിൽ എന്തെങ്കിലുമൊക്കെ റെഡിയാക്കി തരുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, എങ്കിൽ പിന്നെ അങ്ങനെ എന്തെങ്കിലും നോക്കുന്നതായിരിക്കും നല്ലതെന്ന് പറയുന്നുണ്ട്. വൈജയൻ ഇങ്ങനെ കാണണ്ടല്ലോ എന്ന് പറയുവാണ്. അപ്പോൾ അലീന പറയുന്നുണ്ട്, ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു സാർ മാഡം അങ്ങനെ പെരുമാറുന്നത്, പക്ഷേ ഇപ്പോൾ സ്വന്തം ശരീരത്ത് അവർ കരിവാരി തേക്കുന്ന പോലെ തോന്നുവാണ്, തമാശയായിട്ട് മാഡം കാണിക്കുന്ന ഓരോ പരിപാടിയും തോന്നുന്നതെന്ന് ഇങ്ങനെ പറയുവാണ് കേട്ടോ. എന്നിട്ട് അവർ ഫുഡ് കഴിക്കുവാണ്. ഈ സമയത്ത് ആരോ ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവരെ വാച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അവരുടെ പുറകെ വന്നിരുന്ന് ഈ രാമേന്ദ്രൻ്റെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നത് ആരാന്ന രീതിയിൽ ഇങ്ങനെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അലീന ഫുഡ് കഴിച്ചുകൊണ്ട് ബാലേന്ദ്രനെ നോക്കി ഇങ്ങനെ ചിരിക്കുമ്പോൾ എപ്പിസോഡ് തീരുവാണ്.